കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാകുമ്പോൾ സുഭാഷും ചാന്ദിനിയും സീറ്റ് ഔട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. സീറ്റ് ഔട്ടിൽ തന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് ഹരീഷും നികേഷും. നിധി കിച്ചണിലേക്ക് ചെല്ലുമ്പോഴേക്കും അമ്മായി എവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്താ ചെയ്യുന്നത്, ഫുഡ് ഉണ്ടാക്കുകയാണോ എന്ന് നിധി ചോദിക്കുക. അല്ല, തുണി അലക്കിക്കൊണ്ടിരിക്കുക എന്ന് അമ്മായിയും. ഞാൻ ഈ അടുപ്പൊന്ന് യൂസ് ചെയ്യട്ടെ എന്ന് നിധി ചോദിക്കുക. അതൊന്നും പറ്റില്ല, അമ്പലത്തിൽ വഴിപാടിന് വന്നവർ അതും കഴിഞ്ഞിട്ട് പോകണം, അല്ലാതെ ഇവിടെ കൂടാൻ നിൽക്കണ്ട എന്നമ്മായി ദേഷ്യത്തോടെ പറയുകയാ. അമ്മായിക്ക് ദേഷ്യം വരാൻ മാത്രം ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞോ എന്ന് നിധി ചോദിക്കുമ്പോഴാണ് അതുവഴി പോവുകയായിരുന്ന സുധീഷ് അങ്ങോട്ട് വന്ന് എന്താ നിധി, എന്താ പ്രശ്നം? അമ്മായി നിധി എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല സുധീഷേ, ഞാൻ അടുപ്പൊന്ന് യൂസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു എന്ന് നിധി പറയുന്നത് കേൾക്കേ നിധി എന്തിനു ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്, നമുക്ക് പുറത്തു നിന്ന് ഫുഡ് വാങ്ങിക്കാം, നീ വായെന്ന് പറഞ്ഞ് വിളിക്കുകയോ. അത് കേട്ട അമ്മായിയും സിറ്റിയാണോ ഇത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കടകളൊന്നും ഇവിടെ ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കേണ്ടി വരും എന്നമ്മായി പറയുന്നത് കേൾക്കെ സുധീഷും പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല നിധി, ഇത്രയധികം ആളുകൾ അമ്പലത്തിൽ വന്ന് പോകുന്നതല്ലേ, കഴിക്കാൻ ഒരു നല്ല ഹോട്ടലെങ്കിലും ഉണ്ടാവാതിരിക്കോ? അതെല്ലാം ഞാൻ നോക്കിക്കോളാം, നിധി വായെന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും വിളിക്കുകയോ. അതല്ല സുധീഷേ, എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം, ട്രാവൽ ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ചെറിയ തൊണ്ടവേദനയുണ്ട്, അതുകൊണ്ടാ അടുപ്പ് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചത്. പക്ഷെ അമ്മായി സമ്മതിച്ചില്ലെന്ന് നിധി പറയുന്നത് കേൾക്കെ അമ്മായിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ചൂടുവെള്ളവുമില്ല, തണുത്ത വെള്ളവുമില്ല, ഇവിടുള്ള ഒരു പാത്രം പോലും നിങ്ങൾ തൊട്ടു പോവരുത്, നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്നിട്ടാണ് ചൂടുവെള്ളം വേണമെന്നും പറഞ്ഞു വന്നിരിക്കുന്നത് എന്നമ്മായി പരിഹസിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ എന്താ അമ്മായി നിങ്ങളുടെ പ്രശ്നം, എന്തിനാ നിധിയോട് ഇങ്ങനെ തട്ടിക്കയറുന്നത്, അവൾ ചൂടുവെള്ളം ഉണ്ടാക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ, അതിനൊരു അടുപ്പ് കൊടുത്താൽ എന്താ നിങ്ങൾക്ക് എന്നവൻ ചോദിക്കേ. കൊടുക്കാൻ പറ്റില്ലടാ എന്ന് അമ്മായി. അത് വിട്ടേക്ക് സുധീഷേ, വാ പോവാമെന്ന് പറഞ്ഞ് നിധി വിളിക്കേ. ഇവിടെ നിൽക്ക് നിധി, ഞാൻ എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അവൻ അമ്മായി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാത്രം സ്റ്റൗവിൽ നിന്ന് താഴെ ഇറക്കി വെച്ച് വേറൊരു പാത്രം വെച്ച് നിധിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് കണ്ട അമ്മായിയും ദേഷ്യത്തോടെ എന്താടാ നീ ചെയ്യുന്നത്, വിവരമുണ്ടോടാ നിനക്ക്, പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്രം എടുത്താണോ ഇറക്കി വെക്കുന്നത് എന്ന് ചോദിക്കേ. ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ആദ്യം ഞങ്ങൾ ചൂടുവെള്ളം ഉണ്ടാക്കട്ടെ, അതിനുശേഷം നിങ്ങൾ പാചകം ചെയ്തോളൂ എന്ന് സുധീഷും. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്, അമ്പലത്തിലേക്ക് വന്നിട്ട് ഇതൊക്കെയാണോ ചെയ്തു കൂട്ടുന്നത് എന്നമ്മായി ദേഷ്യത്തോടെ ചോദിക്കേ. ഞങ്ങൾ അതിനെന്ത് ചെയ്തു, കുറച്ച് വെള്ളം ചൂടാക്കിയതാണോ ഇത്ര വലിയ തെറ്റെന്ന് സുധീഷും ചോദിക്കുക. സുധീഷ് വഴക്ക് വേണ്ടെന്ന് നിധി ടെൻഷനോടെ പറയുന്നുണ്ട്. ഞാൻ അതിന് വഴക്കുണ്ടാക്കിയില്ലല്ലോ, ഇവരെല്ലാം ആവശ്യമില്ലാതെ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നത് എന്ന് സുധീഷ് പറയുന്നത് കേൾക്കേ. തറവാട്ട് അമ്പലത്തിലേക്കുള്ള അഡ്രസ്സ് കൊടുത്ത എന്റെ ചേട്ടനെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് അമ്മായിയും ദേഷ്യത്തോടെ പറയുക. ഞാൻ വേണമെങ്കിൽ ഫോണിൽ വിളിച്ചു തരാം, സംസാരിക്കണോ എന്ന് സുധീഷും ചോദിക്കുക. അവരുടെ വഴക്ക് നിർത്താനായി നിധിയും ആ ചൂട് മതി, ഞാൻ എടുത്തോട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും നിധി പോയിക്കോ, ഞാൻ എടുത്തുകൊണ്ടുവരാം, പോയിക്കോ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുകയാണ്. നിധി അവിടുന്ന് പോകുമ്പോഴേക്കും സുധീഷും ചൂടുവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു ഗ്ലാസും എടുത്ത് പോവാൻ തുടങ്ങുമ്പോഴേക്കും എടാ ഈ ഇറക്കി വെച്ച പാത്രം ആരെടുത്ത് വെക്കും തിരികെ സ്റ്റൗവിലേക്കെന്ന് അമ്മായിയും ചോദിക്കുന്നുണ്ട്. കയ്യിൽ ചൂടുവെള്ളമുള്ളത് കണ്ടില്ലേ, അമ്മായി തന്നെ അങ്ങോട്ട് എടുത്തു വെക്കെന്ന് പറഞ്ഞ് സുധീഷ് ചൂടുവെള്ളവുമായി പോവുകയാണ്. എന്റെ സമാധാനം കെടുത്താൻ ഇവന്മാരുടെ വരവ് എന്ന് ലളിതയും ദേഷ്യത്തോടെ പറയുന്നു. നിധി സിറ്റ് ഔട്ടിലേക്ക് വന്നിരിക്കുമ്പോഴേക്കും സുധീഷും ചൂടുവെള്ളവുമായി അങ്ങോട്ട് എത്തുകയാണ്. എന്താ മോളെ അകത്തൊരു ബഹളമെന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. ഒന്നും പറയേണ്ട സുഭാഷേട്ടൻ, കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കാനായി കിച്ചണിലോട്ട് പോയതാ, അമ്മായി എവിടെ പാചകത്തിലായിരുന്നു, ചൂടുവെള്ളം ഉണ്ടാക്കാൻ സമ്മതിക്കാതെ എന്നെ വഴക്കു പറഞ്ഞു, പിന്നെ സുധീഷ് വന്നാ ചൂടുവെള്ളം ഉണ്ടാക്കിയത് എന്ന് നിധി പറയുന്നത് കേൾക്കെ അമ്മായി അങ്ങനെ ചെയ്തോ, ഞാൻ പോയി അവരോട് ചോദിക്കട്ടെ എന്ന് സുഭാഷൻ ചോദിക്കുക. അതൊന്നും വേണ്ട സുഭാഷേട്ടാ, സുധീഷ് മറുപടി കൊടുത്തിട്ടുണ്ടെന്ന് നിധി. മോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം, വെറുതെ എന്തിനാ അവരുടെ വഴക്കു കേൾക്കാൻ നിൽക്കുന്നത് എന്ന് സുഭാഷേട്ടൻ പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് നിധി ചൂടുവെള്ളം എടുത്ത് കുടിക്കുമ്പോഴേക്കും ചൂടൊക്കെ അല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നു. ഓക്കെയാണെന്ന് നിധി പറയുമ്പോഴാണ് മൊബൈൽ നോക്കി സ്വപ്നം കണ്ടിരിക്കുന്ന നികേഷിനെ അവൻ ശ്രദ്ധിക്കുന്നത്. എടാ നികേഷേ, നീ സ്വപ്നം കാണുകയാണോ എന്ന് സുധീഷ് ചോദിക്കേ. സുധീഷേട്ടൻ പറയുന്നതൊന്നും അവന്റെ ചെവിയിൽ കയറില്ല, അവൻ വേറെ ഏതോ ലോകത്താണെന്ന് ഹരീഷും പറയുക. എടാ നികേഷേ എന്ന് സുധീഷ് ഉറക്കെ വിളിക്കുമ്പോഴേക്കും പറ സുധീഷേട്ടാ എന്ന് നികേഷും പറയുന്നുണ്ട്. എടാ നോക്കി ആ പ്രൊഫൈൽ ബ്ലോക്ക് ആകുമോ എന്തോ എന്ന് സുധീഷ് പറയുന്നവർക്ക് ഒന്നും മിണ്ടാതിരിക്കും സുധീഷേട്ടാ, സംസാരിക്കാനേ തുടങ്ങിയിട്ടില്ല, പിന്നല്ലേ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് നികേഷ്. എടാ നികേഷേ ഫോൺ എടുത്ത് വെക്കടാന്ന് സുഭാഷേട്ടനും വഴക്കു പറയും. അപ്പോഴേക്കും അവർക്കുള്ള ഫുഡുമായി മണി അങ്ങോട്ടെത്തുക. എന്താ എല്ലാവരും പുറത്തിരുന്ന് കാറ്റ് കൊള്ളുകയാണോന്ന് മണി ചോദിക്കേ. അതെ ചേട്ടാ, പുറത്തിരുന്നപ്പോ നല്ല കാറ്റുണ്ടെന്ന് സുഭാഷ്. എല്ലാവർക്കും ഫുഡ് വാങ്ങിക്കണമെന്ന് സുധീഷ് വിളിച്ചു പറഞ്ഞിരുന്നു, അതാ വാങ്ങിയിട്ട് വന്നതെന്ന് മണിയും. ഇപ്പോഴല്ലേ സുധീഷ് എന്നോട് ഫുഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞത്, അപ്പോഴേക്കും ഫുഡ് എത്തിയോ എന്ന് നിധി ചോദിക്കേ.
അതാദ്യമേ വിളിച്ചു പറഞ്ഞിരുന്നു. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, വിശക്കുന്നില്ലേ? അതുകൊണ്ട് വന്ന ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞതായിരുന്നുവെന്ന് സുധീഷ്. ഞങ്ങളെല്ലാം കാറിൽ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു. സുധീഷല്ലേ ഇത്രയും ദൂരം കാർ ഓടിച്ചത്. സുധീഷിന് നല്ല ക്ഷീണവും വിശപ്പും ഉണ്ടാവുമെന്ന് നിധിയും. അത് കേൾക്കെ നികേഷും ഹരീഷിനോടായി പറയുന്നുണ്ട്. ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് സുധീഷേട്ടൻ എടുത്തിയുടെ അടുത്ത് സ്കോർ ചെയ്യുമെന്നാ തോന്നുന്നത് എന്ന് പറയേ അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നതെന്ന് ഹരീഷും ഒരു പുഞ്ചിരിയോടെ പറയുക. അപ്പോഴേക്കും മണി ഫുഡ് എടുത്തു കൊടുക്കുന്നുണ്ട്. ചേട്ടാ, വെജ് ആണോ നോൺ വെജ് ആണോ എന്ന് നികേഷ് ചോദിക്കുകയാണ്. അമ്പലത്തിൽ പോവാനുള്ളതല്ലേ മോനെ, നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് ആ ചേട്ടനും പറയുകയാണ്. ഓ അങ്ങനെയാണോ എന്ന് നികേഷ് പറയേ. അല്ല, ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നിങ്ങളുടെ അമ്മ എവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കും കൂടി ഫുഡ് ഉണ്ടാക്കാൻ പറയാമായിരുന്നില്ലേ? എന്താ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുക. ഞങ്ങളുടെ രണ്ടു കുടുംബവും അത്ര രസത്തിലല്ല, ചെറിയൊരു സ്വത്ത് തർക്കമെന്ന് സുഭാഷ് പറയുന്നത് കേൾക്കും. ഓ അതുകൊണ്ടാണോ എല്ലാ വർഷവും അവര് മാത്രം അമ്പലത്തിൽ പൂജയ്ക്ക് വരുന്നത്? ഇപ്പൊ നിങ്ങളും അമ്പലത്തിലേക്ക് എത്തിയില്ലേ, ഇനി എല്ലാം ശരിയായിക്കോളുമെന്ന് ചേട്ടൻ പറയുന്നു. സുഭാഷ് ഏട്ടാ, വിശക്കുന്നു, കഴിക്കുകയല്ലേ, ഇതിന്റെ സ്മെല്ല് കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നവൻ പറയേ. ശരി, എല്ലാവരും അകത്തേക്ക് വാ, നമുക്ക് അകത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ എഴുന്നേൽക്കുകയെ. സുഭാഷ് ഏട്ടാ, ഇവിടെ നല്ല കാറ്റുണ്ടല്ലോ, ഇവിടെ ഇരുന്ന് കഴിച്ചാൽ എന്ന് സുധീഷ് ചോദിക്കേ. സുഭാഷ് അത് സമ്മതിക്കുക. അവരാ ചേട്ടനെയും ഫുഡ് കഴിക്കാനായി വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ വരുന്ന വഴിക്ക് കഴിച്ചു, നിങ്ങൾ കഴിക്കെന്ന് പറഞ്ഞ് ആ ചേട്ടൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നീട് എല്ലാവരും സന്തോഷത്തോടുകൂടി ആസ്വദിച്ച് ഫുഡ് കഴിക്കുക. ഭക്ഷണം നല്ല രുചിയുണ്ടെന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് വന്ന അമ്മായി ഇതെല്ലാം കണ്ട് അന്തളിപ്പോടെ നോക്കി നിൽക്കുന്നത്. അവരെ കാണുന്ന സുധീഷും പരിഹാസത്തോടു കൂടി പറയുന്നുണ്ട്. ഈ നാട്ടിൽ നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലുകളൊന്നും ഉണ്ടാവില്ലെന്ന് ആരോ പറഞ്ഞിരുന്നു. ഫുഡിനൊക്കെ എന്ത് രുചിയാ അല്ലേ നികേഷേ എന്ന് സുധീഷ് വിളിച്ചു ചോദിക്കും. അത് സുധീഷ് ഏട്ടാ, സൂപ്പർ ആയിട്ടുണ്ടെന്ന് നികേഷും. ഇതൊന്നും ഇഷ്ടമാവാതെ അമ്മായിയും ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുക. കഴിക്കുന്നതിനിടയിൽ നികേഷ് ഹരീഷിനോടായി പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടനും ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയാൽ നന്നായിരിക്കുമല്ലേ എന്ന്. എന്റെ പാചകത്തിന് എന്താടാ കുഴപ്പമെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. അതല്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനും നന്നായി പാചകം ചെയ്യും, പക്ഷേ ഈ നാട്ടിലെ ഈ രുചി നന്നായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് നികേഷും. അവരെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന ആ ചേട്ടനും ചോദിക്കുന്നുണ്ട്. സുധീഷിന്റെ കല്യാണം കഴിഞ്ഞു, ചേട്ടനായ സുഭാഷിന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞില്ലേന്ന്. അത് സുധീഷ് ഏട്ടനെ കല്യാണം കഴിക്കാൻ ചെറിയ തിടുക്കം, അതുകൊണ്ടാ സുഭാഷ് ഏട്ടനെ നോക്കാതെ സുധീഷ് ഏട്ടൻ പെട്ടെന്ന് കല്യാണം കഴിച്ചത്. ഇതിപ്പോ ചോദിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്ന് ഹരീഷും. അനിയ, ഞാൻ ചുമ്മാ അതൊന്ന് ചോദിച്ചതാണെന്ന് ആ ചേട്ടൻ പറയേ. ചേട്ടാ, ചേട്ടൻ ഈ ചോദ്യം ആദ്യമായിട്ടാ ചോദിക്കുന്നത്. ഞങ്ങൾ ഈ ചോദ്യം ഒരു 100 തവണയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ആ ദേഷ്യത്തിലാ ഹരീഷ് ഏട്ടൻ മറുപടി പറഞ്ഞത്. ഒന്നും തോന്നല്ലേ എന്ന് നികേഷും പറയുക. അപ്പോഴാണ് അവരുടെ അച്ഛൻ ഭാസ്കരൻ കള്ളം കുടിച്ച് തന്റെ നോർത്ത് ഇന്ത്യൻ കഥകളും പറഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങോട്ട് വരുന്നത്. മുറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്, എല്ലാവരും കയറി വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും കുറെ നാള് കഴിഞ്ഞ് നിന്നെ കണ്ട സന്തോഷത്തിൽ കുടിച്ചത് ഇത്തിരി ഓവറായിപ്പോയി, പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ പെൺപിള്ള വീട്ടിൽ കയറ്റില്ല എന്നവരുടെ ഫ്രണ്ട്സും പറയുന്നുണ്ട്. ഈ പ്രായത്തിലും പെൺപിള്ള വഴക്കു പറയുന്നതും കേട്ടിരിക്കുകയാണോ? ഉള്ള കാലം എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നല്ലാതെ ഇപ്പൊ ഞാൻ വിചാരിച്ചാൽ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ വരെ എനിക്ക് പറ്റും, നിങ്ങളെ കൊണ്ട് കഴിയുമോ? വാ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് ഭാസ്കരൻ അവരെ പിടിച്ചു വലിച്ച് പാട്ടുപാടി ഡാൻസ് കളിക്കുകയാണ്. അവരുടെ ബഹളമെല്ലാം കണ്ട് അച്ഛ ഒന്ന് ചുമ്മാതിരിക്കച്ച എന്ന് സുഭാഷും വിളിച്ചു പറയുക. ഭാസ്കര, അതാരാണെന്ന് അവളുടെ ഫ്രണ്ട്സ് ചോദിക്കും. അയ്യോ, ഞാൻ പറയാൻ മറന്നുപോയതാ, എനിക്ക് 4 മക്കളാണ്. ഇതെന്റെ മൂത്ത മകൻ സന്തോഷ്, ഇത് രണ്ടാമത്തവൻ സുധീഷ്, ഇത് മൂന്നാമത്തവൻ ഹരീഷ്, 4ാമത്തവൻ നികേഷ്, ടോട്ടലി 4 സൺസ് എന്നച്ഛൻ പരിചയപ്പെടുത്തുമ്പോഴേക്കും അച്ഛ മതി, വന്നിരുന്ന് കഴിക്കാൻ നോക്കെന്ന് സുഭാഷും വിളിക്കും. എന്താണ് സുഭാഷേ, പല വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തതാ, എത്ര വർഷമായി നമ്മളെല്ലാം കണ്ടിട്ട് അല്ലേ എന്ന് ചോദിച്ച് ഭാസ്കരൻ ബഹളം വെക്കുമ്പോഴേക്കും എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ച് അമ്മായിയും അങ്ങോട്ട് വരിക. ഭാസ്കരനെ കണ്ട് ദേഷ്യത്തോടെ ലളിതയും അശ്വിനും സുനന്ദയും അകത്തുണ്ട്. വെറുതെ ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാതെ എന്ന് പറയേ. എടി പൂതനെ, നീ ആയിരുന്നോ എന്ന് ഭാസ്കരനും ചോദിക്കുക. എന്താ മണി ഇത്, ഇങ്ങനെയുള്ളവന്മാരെല്ലാം ഇവിടെ താമസിപ്പിക്കണോ എന്ന് ലളിതയും ദേഷ്യത്തോടെ ചോദിക്കുന്നു. എന്താടി വലിയ ഒച്ചയെടുക്കുന്നത്, എന്റെ ഫ്രണ്ട്സിന് മുന്നിൽ എന്നെ അപമാനിക്കുകയാണോ എന്ന് അച്ഛനും ലളിതയോടായി ചോദിക്കുക. അച്ഛ, ഒന്ന് ചുമ്മാതിരിക്കുമോ, വെറുതെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നത് എന്തിനാണെന്ന് സുഭാഷൻ ചോദിക്കുക. നീ മിണ്ടാതിരിക്കടാ എന്ന് ഭാസ്കരനും സുഭാഷിനെ വഴക്കു പറയുക. ഭാസ്കരനെ അവിടെ നിന്ന് ഒഴിവാക്കാനായി മണിയും വിളിക്കുന്നുണ്ട്. ഭാസ്കരേട്ടൻ വാ, നമുക്ക് ഈ നാടൊന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന്. ഞാൻ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ എന്ത് ചുറ്റിക്കറങ്ങി കാണാനായെന്ന് ഭാസ്കരനും ചോദിക്കുക. രാത്രി ഈ നാട്ടിലൂടെ ചുറ്റിക്കറങ്ങിയാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, വാ ചേട്ടാ എന്ന് പറഞ്ഞു വിളിക്കേ. തന്റെ ഫ്രണ്ട്സിനെ എല്ലാം പറഞ്ഞു വിട്ട് ഭാസ്കരൻ മണിയുടെ കൂടെ പോവുക. എല്ലാവരും അത് ശ്രദ്ധിച്ചിരിക്കുന്നത് കണ്ട് സുഭാഷും നിങ്ങൾ കഴിക്കാൻ നോക്ക്, അച്ഛൻ കുറച്ചു കഴിഞ്ഞ് വന്നോളുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുക. അങ്ങനെ അവരെല്ലാം വീണ്ടും കഴിക്കാനായി തുടങ്ങുമ്പോഴാണ് സുനന്ദയും അശ്വിനും അങ്ങോട്ട് വരുന്നത്. നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കണോ, നിങ്ങളെ തേടി വന്നതായിരുന്നു എന്ന് സുനന്ദയും പറയും. നിങ്ങൾ ഇരിക്കുന്ന സുഭാഷ് പറയേ. സുനന്ദയും അശ്വിനും അവിടേക്ക് ഇരിക്കുകയാ. എന്താ സുഭാഷ് ഏട്ടാ, പലതരം ഐറ്റംസ് ഉണ്ടല്ലോ എന്ന് ചോദിക്കേ. അങ്ങനെ പലതരം ഐറ്റംസ് ഒന്നുമില്ല,
കുറച്ച് ഐറ്റംസ് ഉണ്ട്, സൂപ്പർ ടേസ്റ്റാ എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ ഓ അത്രയ്ക്കും ടേസ്റ്റ് ആണോ എന്ന് സുനന്ദയും. ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയാൻ സുനന്ദയ്ക്ക് ഭാഗ്യമില്ല. സുനന്ദയുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ കഴിക്കൂ എന്ന് സുധീഷും പറയുന്നുണ്ട്. സുനന്ദയുടെ അമ്മ നന്നായി പാചകം ചെയ്യും, ഇപ്പോഴും അടുക്കളയിൽ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് അശ്വിൻ പറയേ. അമ്മായി എവിടെ ഉണ്ടാക്കട്ടെ, നിങ്ങളിപ്പോ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കുറച്ച് കഴിക്കും എന്ന് പറഞ്ഞ് ഫുഡ് ഒരു പ്ലേറ്റിൽ വിളമ്പി സുനന്ദയ്ക്കായി കൊടുക്കുന്നുണ്ട് സുഭാഷ്. സുനന്ദ അത് അശ്വിന് കൊടുത്ത് കഴിക്കാനായി നിർബന്ധിക്കുകയാണ്. നിധി സുനന്ദയ്ക്ക് കൂടി ഒരു പ്ലേറ്റിൽ ഫുഡ് വിളമ്പി കൊടുക്കുമ്പോഴേക്കും വേണ്ട നിധി, ഇത് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചോളാമെന്ന് സുനന്ദയും പറയുന്നു. സുനന്ദയും അശ്വിനും ഒരു പ്ലേറ്റിൽ കഴിച്ച് നന്നായിട്ടുണ്ടല്ലേ എന്നൊക്കെ അഭിപ്രായം പറയുക. അവർ കഴിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടുകൂടി നോക്കുകയാ. ഫുഡ് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് സുനന്ദ വിളിച്ചു പറയുമ്പോഴേക്കും സുനന്ദേ, നിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് നിന്റെ അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് അശ്വിനും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെ അതെ, അമ്മ കണ്ടാ ദേഷ്യപ്പെടുമെന്ന് സുനന്ദയും പറയും. അല്ല, അശ്വിൻ ഗൾഫിലേക്ക് പോകുമെന്നല്ലേ പറഞ്ഞിരുന്നത് എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതല്ല, സുനന്ദയെയും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിച്ചു. അതിനുള്ള വിസ പ്രോസസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുക. അത് റെഡിയായാൽ ഞങ്ങൾ രണ്ടുപേരും ഉടനെ പോകുമെന്ന് അശ്വിൻ പറയുമ്പോഴേക്കും സുനന്ദ എന്ന് വിളിച്ചുകൊണ്ട് അമ്മായിയും അങ്ങോട്ടെത്തുക. അയ്യോ പെട്ടു എന്ന് പരിഭ്രമത്തോടെ പറഞ്ഞുകൊണ്ട് സുനന്ദയും ഇരിപ്പ. എടി സുനന്ദേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ സ്പെഷ്യലായി ഓരോന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുക, നീ അശ്വിന്റെ കൂടെ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് എന്ന് ദേഷ്യത്തോടെ ചോദിക്കേ. ഇവരെ വിളിച്ചപ്പോ ചെറുതായി ഒന്നും കഴിച്ചേയുള്ളൂ, അമ്മയുണ്ടാക്കുന്നത് ഞങ്ങൾ ഉറപ്പായും കഴിക്കും, വിഷമിക്കേണ്ടെന്ന് സുനന്ദയും പറയുകയാ. എന്താ അശ്വിൻ, നീയും ഇവളുടെ കൂടെ കൂടി ഇവിടെ ഇരുന്ന് കഴിക്കുകയാണോ എന്ന് ലളിത ചോദിക്കേ. അയ്യോ അങ്ങനെയൊന്നുമില്ലമ്മേ, അമ്മായി ഉണ്ടാക്കിയത് ഞങ്ങൾ കഴിക്കും, ഇവരെ വിളിച്ചപ്പോ ഒരു കമ്പനിക്ക് വേണ്ടി കഴിച്ചെന്നേ ഉള്ളൂ എന്ന് അശ്വിനും പറയുന്നുണ്ട്. എന്താ ഹരീഷേട്ടാ അമ്മായിക്ക് ഇത്ര പേടിയെന്ന് നികേഷും ഹരീഷിനോടായി പതിയെ ചോദിക്കുകയാണ്. ഇവരെ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവുന്നില്ലേ, അപ്പൊ പിന്നെ അമ്മായിക്കും പേടിയുണ്ടാവില്ലേ എന്ന് ഹരീഷ്. അശ്വിൻ, പുറത്തുനിന്നുള്ള ഭക്ഷണം വേണ്ടാന്ന് വെച്ചിട്ടല്ലേ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്, നിങ്ങൾ എഴുന്നേറ്റ് അകത്തേക്ക് വാ സുനന്ദേ, അശ്വിനെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ അമ്മായി അകത്തേക്ക് പോകുമ്പോഴേക്കും വരാം അമ്മയെന്ന് സുനന്ദയും പറയുക. പിന്നീട് സുഭാഷും കൂട്ടരും കിടക്കാനായി ഡൈനിങ് ഹാളിൽ പാവിരിക്കുമ്പോഴേക്കും മണി അങ്ങോട്ട് കയറി വരികയാ. സുധീഷേ, എല്ലാവരും ഉറങ്ങാൻ പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ചേട്ടൻ കയറി വരുമ്പോഴേക്കും അല്ല ചേട്ടൻ മാത്രമേ ഉള്ളൂ, അച്ഛൻ എവിടെയെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. വരുന്ന വഴിയിൽ ഭാസ്കരേട്ടന്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോ അവരുടെ കൂടെ പോയി. പാവം, അദ്ദേഹം കുറെ നാള് കഴിഞ്ഞ് തന്റെ നാട്ടിലേക്ക് എത്തിയതല്ലേ, സന്തോഷത്തോടെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടട്ടെ എന്ന് കരുതി ഞാനും അങ്ങ് വിട്ടു. അതിരാവിലെ അമ്പലത്തിലേക്ക് പോവാനുള്ളതാ, പെട്ടെന്ന് എല്ലാവരും ഉറങ്ങുന്നു, താൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ആ ചേട്ടൻ പോവുകയാണ്. എല്ലാവരും പെട്ടെന്ന് ഉറങ്ങാൻ നോക്കെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നിധി അങ്ങോട്ട് വരികയാണ്. മോളെ, റൂമെല്ലാം ഓക്കെ അല്ലേ എന്ന് സുഭാഷ് ചോദിക്കേ. ഓ സുഭാഷ് ഏട്ടാ, റൂം ഓക്കെ ആണെന്ന് നിധി. രാവിലെ അമ്പലത്തിലേക്ക് പോവാനുള്ളതാ, മോള് പോയി ഉറങ്ങിക്കോ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നിധിയും ഗുഡ് നൈറ്റ് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. നിധി പോകുന്നത് കണ്ട് സുധീഷും പതിയെ അവളുടെ പുറകെ പോവുകയാണ്. നിധി ചെന്ന് ഡോർ തുറക്കുമ്പോഴേക്കും പുറകിന്ന് സുധീഷും നിധി എന്ന് വിളിക്കുന്നത് കേൾക്കെ ഒരു ഞെട്ടലോടെ അവൾ നിലവിളിക്കുകയാ. സുധീഷിനെ കണ്ട ആശ്വാസത്തോടെ പേടിച്ചു പോയി എന്ന് പറയേ നിധി പേടിച്ച് എന്നെയും പേടിപ്പിക്കുകയാണോ എന്ന് സുധീഷ്. ശരി, എന്താ വേണ്ടത് പറ എന്ന് നിധി ചോദിക്കേ. അല്ല, പുതിയ നാടല്ലേ, പുതിയ റൂം, നിധിക്ക് തനിച്ചു കിടക്കാൻ പേടിയുണ്ടെങ്കിൽ നിധിയുടെ റൂമിൽ ഞാനും വന്ന് കിടക്കും എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അവനെ ദേഷ്യത്തോടെ നോക്കി നിൽപ്പാൻ നിധി. അങ്ങനെയല്ല നിധി, റൂമിലെന്ന് വെച്ചാൽ നിലത്തൊരു പാ വിരിച്ച് കിടന്നു, അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്താന്ന് വെച്ചാ ഇതൊരു ചെറിയ ഗ്രാമമല്ല, പെട്ടെന്ന് കറണ്ട് കട്ടെങ്ങാനും ഉണ്ടായാൽ നിധി പേടിക്കില്ല, അതുകൊണ്ടാണെന്ന് സുധീഷ് പറയേ. മൊബൈലിൽ ടോർച്ച് ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കൊള്ളാമെന്ന് നിധി. അല്ല, നിധിക്ക് വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഞാൻ അരികിൽ തന്നെ ഉണ്ടാവുമ്പോൾ അതൊരു ഹെൽപ്പ് ആവില്ലേ എന്ന് സുധീഷും ചോദിക്കും. ഇത് നോക്ക്, മൊബൈലിൽ 2 സിഗ്നൽ കൂടി കാണിക്കുന്നില്ല, എന്തെങ്കിലും ആവശ്യത്തിന് നിധിക്ക് വിളിക്കണമെന്ന് തോന്നിയാൽ കോൾ പോകുമെന്ന് തോന്നുന്നില്ല, ഞാൻ താഴെ ഒരു അരികിൽ കിടന്നോളാം എന്ന് സുധീഷ് പറയുമ്പോഴാണ് ഹരീഷ് അങ്ങോട്ട് വന്ന് എഴുത്തിയുടെ റൂമിൽ ചാന്ദിനിയെ കൂടി കിടത്താമോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നു. അത് കേട്ട് നിധിയും അത് ശരിയാണല്ലോ, ചാന്ദിനി ഉണ്ടല്ലോ, അക്കാര്യം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് സുധീഷിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി ഞാനും ചാന്ദിനിയും ഒരുമിച്ച് റൂമിൽ ഷെയർ ചെയ്ത് കിടന്നു, അവൾ എന്റെ കൂടെ കിടക്കട്ടെ എന്ന് ഹരീഷിനോടായി പറയുമ്പോഴേക്കും ശരി, എടുത്ത് റൂമിൽ കയറി കഥ കടച്ചോ എന്ന് പറയേ നിധി റൂമിലേക്ക് കയറി ഡോർ അടയ്ക്കുകയാണ്. വാ സുധീഷ് ഏട്ടാ എന്ന് വിളിച്ച് സുധീഷിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാ ഹരീഷ്. ഹരീഷും ദേഷ്യത്തോടെ വീടടാ, കുറച്ചുകൂടി കഴിഞ്ഞിരുന്നേൽ നിധി ആ റൂമിൽ കിടക്കാൻ സമ്മതിച്ചേനെ, ചാന്ദിനിയെ അപ്പുറത്തെ റൂമിലെങ്ങാനും കിടത്തിയ പോരെ എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കും. സുധീഷ് ഏട്ടൻ കുറച്ചു കഴിഞ്ഞാൽ ഏടത്തിയുടെ അഴിയിൽ നിന്ന് അടി വാങ്ങിക്കുമായി, അത് കിട്ടേണ്ടെന്ന് കരുതിയാ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ഹരി. നിനക്ക് അസൂയല്ലേ എന്ന് സുധീഷ് പറയേ. ആർക്ക്? എനിക്കോ? ശരി, സുധീഷ് ഏട്ടൻ ചെല്ലേ, ചേട്ടൻ പോയി അടി വാങ്ങിക്കുക, എനിക്കെന്താ കാര്യമെന്ന് ഹരീഷും ചോദിക്കുക. നീ എല്ലാം കൊളമാക്കിയില്ലേ, ഇനി എന്തു ചെയ്യാനായെന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ട് സുഭാഷും വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്താടാ അവിടെ നിന്ന് പെറുപുറത്തോണ്ടിരിക്കുന്നത്, വന്ന് കിടക്കാൻ നോക്ക്, സമയം കഴിഞ്ഞു. അത് കേൾക്കെ സുധീഷും ഹരീഷിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കുകയാ. വാ ഹരീഷേട്ടാ, നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞ് ഹരീഷ് വിളിക്കുകയാ.
സുഭാഷ് ഏട്ടാ ചാന്ദിനിയെ എടത്തിയുടെ കൂടെ കിടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഹരീഷ് പറയുമ്പോഴാണ് ചാന്ദിനി അങ്ങോട്ട് വരുന്നത്. അവളെ കണ്ട് സുഭാഷും ചാന്ദിനി നീ നിധിയുടെ കൂടെ ആ റൂമിൽ അവിടെ എന്ന് പറഞ്ഞ് സുഭാഷ് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും നിധി അങ്ങോട്ട് വന്ന് ചാന്ദിനി വായെന്ന് അവളെ വിളിച്ചുകൊണ്ട് പോവുകയാ. അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സുഭാഷും കൂട്ടരും ഉറങ്ങാൻ കിടക്കുകയാ. അപ്പോഴാണ് അതിലെ വരുന്ന അമ്മായി സുഭാഷും കൂട്ടരും കിടക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ദേഷ്യം അവരുടെ കൂടെ കിടക്കുന്ന കണ്ട് അമ്മായി സംശയത്തോടെ നിധി കിടക്കുന്ന റൂമിലേക്ക് ചെന്ന് ഡോറിൽ തട്ടി വിളിക്കുകയാണ്. നിധി ഡോർ തുറന്ന് നോക്കുമ്പോഴേക്കും തനിച്ചാണോ ഉറങ്ങുന്നതെന്ന് അമ്മായിയും ചോദിക്കുന്നുണ്ട്. അതെ എന്താ എന്ന് നിധിയും ചോദിക്കും. നിന്റെ ഭർത്താവ് നിന്റെ കൂടെ കിടക്കുന്നില്ലേ എന്ന് അമ്മായി ചോദിക്കേ. സുധീഷ് അനിയന്മാരുടെ കൂടെ ഉറങ്ങാറെന്ന് നിധി. എന്താ അവരുടെ കൂടെ കിടക്കുന്നെന്ന് അമ്മായി ചോദിക്കുക. അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിധി. ഭർത്താവും ഭാര്യയും ഒരുമിച്ചല്ലേ ഉറങ്ങേണ്ടത് എന്ന് അമ്മായി ചോദിക്കേ. നിങ്ങളുടെ ഭർത്താവ് കുറെ കാലമായി ഗൾഫിലല്ലേ, നിങ്ങൾ എന്താ അദ്ദേഹത്തിന്റെ കൂടെ കിടക്കാത്തതെന്ന് നിധിയും ചോദിക്കും. അദ്ദേഹം ഗൾഫിലല്ലേ ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ തനിച്ചു കിടക്കുന്നത്. നിന്റെ ഭർത്താവ് ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് അമ്മായി. സുധീഷിന്റെ സ്വന്തം നാട്ടിലേക്ക് വന്നതല്ലേ, അതാണ് സഹോദരങ്ങളുടെ കൂടെ കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ തനിച്ചുറങ്ങുന്നു എന്ന് നിധി പറയുന്നത് കേൾക്കെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അമ്മായിയും ചോദിക്കും. അതെ, പ്രശ്നമുണ്ടെങ്കിൽ അമ്മായി തീർത്തു തരുമോ എന്ന് നിധിയും ചോദിക്കുന്നു. എനിക്ക് വേറെ പണിയില്ലേ എന്ന് അമ്മായി. അതറിയാലോ, എന്നാ പിന്നെ പോയി ഉറങ്ങാൻ നോക്കെന്ന് നിധി പറയുമ്പോഴാണ് ചാന്ദിനി കയ്യിൽ വെള്ളവുമായി അങ്ങോട്ട് വന്ന് എന്തോ പറയുന്നത്. കാര്യം മനസ്സിലാവാതെ അമ്മായി നിധിയെ നോക്കുമ്പോഴേക്കും ഒന്ന് മാറിക്കൊടുക്കാനാ പറഞ്ഞത് എന്ന് നിധി പറയേ. ശരി പോ എന്ന് അമ്മായിയും പറയും. ചാന്ദിനി നിധിയുടെ റൂമിലേക്ക് കയറി പോകുമ്പോഴേക്കും ഈ പെണ്ണും നിന്റെ കൂടെയാണോ ഉറങ്ങുന്നത് എന്ന് അമ്മായി ചോദിക്കുന്നുണ്ട്. അതെ, എന്ത് എന്ന് നിധി ചോദിക്കെ. ഇതാദ്യമേ പറഞ്ഞുകൂടായിരുന്നു എന്ന് അമ്മായിയും പറയുന്നുണ്ട്. പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വെറുതെ വിടുമോ, പിന്നീട് അതിനെക്കുറിച്ചായിരിക്കും സംശയം എന്ന് നിധി പറയുന്നത് കേൾക്കെ. എന്തൊരു നാവാടി നിന്റെ, ആ കുടുംബത്തിനൊത്ത മരുമകൾ തന്നെ വായാടി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായിയും ദേഷ്യത്തോടെ അവിടുന്ന് നടന്നു നീങ്ങുകയാണ്. രാവിലെ സുഭാഷും നികേഷുമെല്ലാം അമ്പലത്തിൽ പോകാൻ റെഡിയായിരിക്കുമ്പോഴാണ് സുഭാഷ് കസവും മുണ്ടൊക്കെ എടുത്ത് അങ്ങോട്ട് വരുന്നത്. എന്താ സുധീഷേട്ടാ കസവും മുണ്ടൊക്കെ എടുത്ത് എന്ന് നികേഷ് ചോദിക്കും. അതെനിക്കിന്ന് അമ്പലത്തിലേക്ക് മുണ്ടുടുക്കണമെന്ന് തോന്നി, അതാ ഉടുത്തേ എന്ന് സുധീഷ്. പെട്ടെന്ന് എന്താടാ നിനക്ക് മുണ്ടുടുക്കാനൊരു ആഗ്രഹമെന്ന് സുഭാഷ് ഏട്ടനും ചിരിയോടെ ചോദിക്കുകയാണ്. അതല്ല സുഭാഷ് ഏട്ടാ, നിധി സാരി ഉടുക്കുമ്പോൾ അവൾക്ക് മാച്ചായി ഞാൻ മുണ്ടുടുക്കുന്നതല്ലേ നല്ലത്, അതുകൊണ്ടാണ് അവൾക്ക് മാച്ചായി ട്രഡീഷണലായി മുണ്ടുടുക്കാമെന്ന് വിചാരിച്ചത് എന്ന് സുധീഷ് പറയേ. ഏടത്തി സാരി ഉടുക്കുമെന്ന് സുധീഷ് ഏട്ടൻ എങ്ങനെ അറിയാമെന്ന് നികേഷൻ ചോദിക്കുക. ഞാൻ അവളുടെ ഭർത്താവാണ്, എനിക്കറിയാതിരിക്കോ? വേണമെങ്കിൽ നീ നോക്കിക്കോ, നിന്റെ ഏടത്തി ഇപ്പോ സാരി ഉടുത്തു വരും എന്ന് സുധീഷ് പറയുമ്പോഴാണ് റൂമിന്റെ ഡോർ തുറന്ന് സാരി എല്ലാം എടുത്ത് നിധി അങ്ങോട്ട് വരുന്നത്. സാരിയിൽ സുന്ദരിയായ നിധിയെ കണ്ട് കണ്ണിമ വെട്ടാതെ നോക്കി നിൽപ്പാ സുധീഷും. സുഭാഷും കൂട്ടരും സന്തോഷത്തോടെ അവളെ തന്നെ നോക്കിയിരിക്കെ നിധിയും ഒരു പുഞ്ചിരിയോടെ അവരുടെ അരിയിലേക്ക് നടന്നു വരികയാ. ഏടത്തി സാരി സൂപ്പർ ആയിട്ടുണ്ടെന്ന് നികേഷ് അഭിനന്ദിക്കുകയാണ്. താങ്ക്സ് നികേഷേ എന്ന് നിധി പറയേ. നിധി സുന്ദരിയായിട്ടുണ്ടെന്ന് സുധീഷും പറയുക. അവളും പുഞ്ചിരിയോടെ താങ്ക് യു പറയുകയാ. ഒരു നിമിഷം അവളുടെ മുടിയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നിധി ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് ഓടുകയാണ്. പിന്നീട് അവൻ കയ്യിൽ മുല്ലപ്പൂവുമായി അങ്ങോട്ട് വന്ന് ഇതാ നിധി, രാവിലെ തന്നെ നിധിക്ക് വേണ്ടി പോയി വാങ്ങിയതാ എന്ന് പറയേ. ഇത് എപ്പോ പോയി വാങ്ങിയെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. അത് രാവിലെ തന്നെ പോയി വാങ്ങി സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നിധിക്ക് ആ മുല്ലപ്പൂവ് കൊടുക്കുകയാ. താങ്ക്സ് പറഞ്ഞ് അവൾ അത് വാങ്ങുമ്പോഴേക്കും സുധീഷും പറയുന്നുണ്ട്. നിധി ഇന്ന് സാരി ഉടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാ രാവിലെ തന്നെ പോയി മുല്ലപ്പൂ വാങ്ങിച്ചു തന്ന് മുടിയിൽ വെക്കും നിധി എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി മുല്ലപ്പൂ എടുത്ത് മുടിയിൽ വെക്കാനായി തുടങ്ങുകയാണ്. അപ്പോഴാണ് നികേഷ് തന്റെ മൊബൈൽ എടുത്ത് സുധീഷിനോട് ഫോട്ടോ എടുത്തു തരാമെന്ന് പറഞ്ഞ് ആംഗ്യം കാണിക്കുന്നത്. സുധീഷും സന്തോഷത്തോടുകൂടി മുല്ലപ്പൂ വെക്കുന്ന നിധിക്കരികിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക. നികേഷ് അത് ക്യാമറയിൽ പകർത്തുമ്പോഴേക്കും സുനന്ദയും അശ്വിനും റെഡിയായി അങ്ങോട്ടെത്തുകയാണ്. സുഭാഷ് ഏട്ടാ അമ്പലത്തിൽ പോവാൻ എല്ലാവരും റെഡിയായോ എന്ന് സുനന്ദ ചോദിക്കുമ്പോഴേക്കും രണ്ടുപേരും മാച്ചിങ് ഡ്രസ്സാണല്ലോ എന്ന് നികേഷ് അവരെ നോക്കി പറയുകയാണ്. അത് കേട്ട് സുനന്ദയും സന്തോഷത്തോടെ അതെ അതെ നന്നായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സുനന്ദ എന്ന് വിളിച്ചുകൊണ്ട് അമ്മായി അങ്ങോട്ടെത്തുകയും അമ്പലത്തിൽ പോവാൻ റെഡിയായി വന്ന അമ്മയോട് അമ്മേ ഇവരെല്ലാവരും റെഡിയായിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോയാലോ എന്ന് ചോദിക്കുക. അത് വേണ്ട മോളെ, നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കുറച്ച് ജോലിയുണ്ട്, നമുക്ക് നേരത്തെ ഇറങ്ങാം, ഇവരെല്ലാം പിന്നെ വരട്ടെ എന്നമ്മ പറയുന്നത് കേൾക്കെ അമ്മേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയിക്കൂടെ എന്ന് സുനന്ദ വീണ്ടും ചോദിക്കുക. അത് കേട്ട് ലളിതയും ദേഷ്യത്തോടെ പറഞ്ഞില്ലേ നിന്നോട്, പറഞ്ഞാലോ അത് കേൾക്കണം എന്ന് പതിയെ പറഞ്ഞ് വാ അശ്വിൻ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് വിളിക്കുക. പോവാമെന്ന് അശ്വിനും സമ്മതിക്കേ. ശരി നമുക്കെല്ലാവർക്കും അമ്പലത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് സുനന്ദയും കൂട്ടരും അവരോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും ചാന്ദിനിയും റെഡിയായി അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ കണ്ട് സന്തോഷത്തോടെ ചാന്ദിനി ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്ന് നികേഷ് പറയുക. ക്യാ എന്നവൾ ചോദിക്കേ. ഡ്രസ്സ് ബഹുത് അച്ഛാ എന്ന് നികേഷും. അവളും സന്തോഷത്തോടെ ശുക്രിയ പറയുക. എല്ലാവരും വന്നില്ലേ, നമുക്ക് ഇറങ്ങിയാലോ എന്ന് സുധീഷ് ചോദിക്കേ. സുധീഷേ അച്ഛൻ രാവിലെ തന്നെ എങ്ങോട്ടും ഇറങ്ങിപ്പോയതാ എന്ന് സുഭാഷും പറയുക. അയാൾ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ, അത് നമുക്കറിയാവുന്നതല്ലേ, വാ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കുക. അങ്ങനെ അവരെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് യാത്രയാവുകയാണ്.